ഞങ്ങളുടെ ആഗ്രഹം പിന്നെ എക്സ്പ്രസും ഫാസ്റ്റ് പാസറും ഒക്കെ പ്രിയദർശിനി ആക്കണം എന്നാണ്. പക്ഷെ ഇപ്പൊ അതിനുള്ള അല്ല, അങ്ങനെയാണ് അൾട്ടിമേറ്റ്. പക്ഷെ ഇപ്പൊ അതിനുള്ള ഒരു നിവൃത്തിയില്ല. ഇപ്പൊ അതിനുള്ള മാർഗം ഇല്ല. അതുകൊണ്ടാണ് റൈറ്റ്. എന്തോ പക്ഷേ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിയിലുള്ള ഫണ്ട് കിട്ടാത്ത കാരണം ആ പദ്ധതി നിലച്ചുപോയി. അതേപോലെ തന്നെ AI ക്യാമറ ഇപ്പോൾ നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് പൈസ കൊടുക്കാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാ ആഴ്ചയും ഇന്നിവിടെ കൂടിയതുപോലെ ഇന്നിപ്പോൾ 9:30 കൂടി 12 മണിക്ക് നിങ്ങൾ വന്നുകൊണ്ട് നിർത്തിയതാണ്. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറോളം ആഴ്ചയിൽ അതിനുവേണ്ടി ചെലവിട്ടാണ്. എല്ലാ അജണ്ടയും ചർച്ച ചെയ്യും. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലാൻ ഫണ്ടുണ്ട്. ആ പ്ലാൻ ഫണ്ട് ഉപയോഗിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് 200 കോടിയിലധികം പ്ലാൻ ഫണ്ടുണ്ട്. ആ പ്ലാൻ ഫണ്ടിൽ ഈ റോഡ് സേഫ്റ്റിക്കുള്ള ഒരു കോമ്പണന്റ് ഉണ്ട്. അത് ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നത് മാത്രമല്ല, നമ്മൾ അവരിൽ ആരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ NCC കാഡറ്റ്സ്, നാഷണൽ സർവീസ് സ്കീം, സ്റ്റുഡന്റ് പോലീസ്, അതേപോലെ തന്നെ സ്കൗട്ട്, ഗൈഡ്, സ്റ്റുഡൻസ്, മൊത്തത്തിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ യജ്ഞമായിട്ടാണ് നടത്താൻ പോകുന്നത്. അത് അതാത് സമയത്ത് അറിയിക്കാം. പൈസയുണ്ട്, പൈസ കൊടുക്കാത്തതാണ്. ഞങ്ങൾ അത് മേടിച്ചെടുത്തോളാം ഡിപ്പാർട്ട്മെന്റ്. ഓൺലൈൻ ടാക്സി 21-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാണെന്ന് ഒരു അറിയിപ്പുണ്ട്. അതായത് അവർക്ക് വേതനവർദ്ധനം അടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഈ സമരം അവർ പ്രഖ്യാപിച്ചത്. അതിനൊരു ഇടപെടൽ ഉണ്ടാവും. അതിന് ഇടപെടൽ മാത്രമല്ല, അത് ഞാൻ പിന്നെ സമയക്കുറവുകൊണ്ട് പറയാതിരുന്നതാണ്. 6 പേരല്ലേ സാർ, 6 കമ്മിറ്റ്മെന്റ്. ഞങ്ങളിപ്പോൾ 6 ഇനം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ ഇതേ ഹാളിൽ തന്നെ നിരന്തരമായ നീണ്ട ചർച്ച നടത്തി. അതിലൊരു സ്റ്റേക്ക് ഹോൾഡറുടെ അടുത്ത് നിങ്ങൾ തന്നെ വന്നിരുന്നല്ലോ. നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാരുണ്ട്, ട്രക്കുകാരുണ്ട്, ടാക്സിക്കാരുണ്ട്, ഓൺലൈൻ ടാക്സിക്കാരുണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബസ്സിൽ തന്നെ സ്റ്റേജ് കാരിയർ എന്ന് പറയുന്ന ടിക്കറ്റ് എടുത്ത് പോകുന്ന ബസ്സുണ്ട്, അല്ലാതെ കോൺട്രാക്ട് കാരേജുണ്ട്. ഇനി എല്ലാവരുമായിട്ട് ഇനി ആ ട്രക്കിൽ തന്നെ ഇനി നമ്മൾ വലിയ മറ്റേ അപകടങ്ങളൊക്കെ പലപ്പോഴും വിളിച്ചു വരുത്തുന്ന ചില ട്രക്കുകളുണ്ടല്ലോ സ്പീഡിൽ പോയിട്ട്, അവരെല്ലാം നമ്മൾ വിളിച്ചു വരുത്തി അവരുടെ ആവശ്യങ്ങൾ, ടിപ്പർ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും സംസാരിക്കുകയാണ്. ഇപ്പം അതിൽ നിങ്ങൾക്കൊരു ഞങ്ങളുടെ മുഖത്ത് വന്ന് അടിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നിങ്ങളോട് പറയാം. അതായത് നമുക്ക് ബസ്സുകൾ എന്ന് പറയുന്ന ഒരു 25,000 ബസ്സേ ഉള്ളൂ, എല്ലാം കൂടി അപ്രോക്സിമേറ്റ്ലി 25,000. ഇനി എല്ലാം നമുക്ക് വിട്ടുപോയതടക്കം 30,000 താഴെയുള്ളൂ. പക്ഷേ നിങ്ങളെ അതിശയിപ്പിക്കുന്നതുമായിരിക്കും, ട്രക്കുകളുടെ എണ്ണം 6 ലക്ഷമാണ്. 6 ലക്ഷം ചെറുതും വലുതുമായ ട്രക്കുകളുണ്ട്, 4 വീലർ ട്രക്ക്. അതിൽ 50, 60, 70 ലക്ഷം രൂപ വരെയുള്ള ട്രക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ കണക്കുകൂട്ടിയത് 3 ലക്ഷം കോടിയിലധികം രൂപ ട്രക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മുടക്കിയിട്ടുണ്ട്. 3 ലക്ഷം കോടി നമ്മുടെ ടോട്ടൽ ബജറ്റിന്റെ ഇരട്ടിയാണ്, അതൊരു വാർഷിക ബജറ്റിന്റെ. അപ്പോൾ ഇത് ഈ വാഹന മേഖലയിൽ സാധാരണക്കാർ മുടക്കിയിട്ടുള്ള പൈസ. ഇത് കോർപ്പറേറ്റുകളൊന്നുമല്ല, അല്പം സമ്പന്നരും ഇടത്തരക്കാരുമായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ്. അവർ തന്നെയാണ് പലരും വണ്ടി ഓടിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ചിലർ കുടുംബസമേതം വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വാഹന മേഖല എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെയും ശ്രദ്ധ വരേണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള നിക്ഷേപകർ അവർക്കെല്ലാം നമ്മൾ ചില വെൽഫെയർ പദ്ധതികളെ കുറിച്ചൊക്കെ അവരുടെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അവരുമായി സംസാരിച്ച് സബ് കമ്മിറ്റികളൊക്കെ വെച്ച് അവരെയൊക്കെ നമ്മൾ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരും. സാധാരണ ഇത്തരം സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് ഒന്നും നടക്കാറില്ല. പ്രത്യേകിച്ച് മന്ത്രിമാർ പങ്കെടുത്ത സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് നടന്നിട്ടേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞങ്ങൾ 6 മാസം കൂടുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കാണും. അവരുടെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അവർക്ക് അയച്ചു തരാം. ഈ ഹാളിൽ തന്നെയാണ് അവർ ഉണ്ടാവുക. പ്രധാന സമയത്ത് നിങ്ങളെയും കൂടെ വിളിക്കാം. ലൈക്ക് ദാറ്റ്.